ബഹീര കരിമ്പുലി നമ്മുടെ ജംഗിൾ ബുക്കിലൊക്കെ ഉള്ള ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. ഡോക്ടർ സൂരി സംവിധാനം ചെയ്ത് പ്രശാന്ത് നീൽ എഴുതിയ ബഹീര എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ പ്രശാന്ത് നീല് നമ്മുടെ KGF ഒക്കെ എഴുതിയ ആളാണ്. അപ്പൊ ഈ സിനിമയിലേക്ക് പ്രധാനമായിട്ടും വന്നു കഴിഞ്ഞാൽ ശ്രീമുരളി ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരു പോലീസ് IPS ഓഫീസറുടെ വേഷം കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ അച്യുത് കുമാർ, രുക്മിണി വാസന്ത്, പ്രകാശ് രാജ് തുടങ്ങിയവരും ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. പ്രകാശ് രാജിന്റെ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറായിട്ടാണ് ഇത് വരുന്നത്. ഈ സിനിമ തുടങ്ങി ഒരു 30 മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് മടുത്തു. ഞാൻ ഈ സിനിമ വിട്ടു പോകാൻ തുടങ്ങിയതാണ്. കാരണം ഇതിനകത്ത് 1000 പ്രാവശ്യം കണ്ട റൊമാൻറ്റിക് സീനുകളും ആദ്യം കാണുന്ന കുറച്ച് ഇരുട്ടിലുള്ള ആക്ഷൻസും ഒക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് ഇതൊരു തല്ലിപ്പൊളി പടമാണ് എന്ന് കരുതി ഞാൻ വിട്ടുപോയതാണ്. പക്ഷെ പിന്നീട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഈ സിനിമകളിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങി വരാൻ തോന്നി. ഒരു 35 മിനിറ്റ് നമുക്ക് ശ്രമിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു ആക്ഷൻ മാസ് പടം കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന് എൻജോയ് ചെയ്ത് ഒരു 3 മണിക്കൂറുണ്ട് ഈ സിനിമ. ആദ്യത്തെ ഒരു അരമണിക്കൂർ വിട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ഒന്ന് എൻജോയ് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ ഈ പണ്ട് മാസ് സിനിമകളെയൊക്കെ ഒരുപാട് ആരാധിച്ചിരുന്നില്ലേ? പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, നമ്മൾ ഈ നായകന്റെ ആക്ഷനും അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സുരേഷ് ഗോപി, മോഹൻലാൽ സിനിമകളൊക്കെ പണ്ട് നമ്മൾ കണ്ട് ആസ്വദിച്ചിരുന്നു. അപ്പൊ എല്ലാ സിനിമകളും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ, അതായത് ആക്ഷൻ സിനിമകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണിത്. ചിന്താമണി കൊലക്കേസിന്റെ ഒക്കെ വേറൊരു മാരക വേർഷനാണ് ഈ സിനിമ എന്ന് പറയാം. ഇത് എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഇതിനകത്ത് ഒരുപാട് ലോജിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ലോജിക് പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ സിനിമയെ കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ആക്ഷൻ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇക്കാലത്ത് ഇറങ്ങുന്ന സിനിമയൊക്കെ ലോജിക്കിന് ഒട്ടും പ്രാധാന്യമില്ലാത്ത സിനിമകളാണ്. അതായത് ഒരു ഇരുമ്പ് വടിയെടുത്തൊരു തലയിലൊക്കെ ഒന്ന് അടിച്ചാൽ ആളവിടെ വീഴും. പക്ഷെ ഈ നായകൻ വീഴുന്നില്ല, 2-3 അടിയൊക്കെ കൊണ്ടാലും അദ്ദേഹം എണീറ്റ് വരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് ലോജിക്കൊക്കെ മറന്നൊന്ന് കാണാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കാണാവുന്നതാണ് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ നായകൻ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ ഹീറോ അല്ല. സൂപ്പർ ഹീറോയുടെ ഒരു ഇലമെന്റ്സ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നല്ലതായിരുന്നു എനിക്ക് തോന്നി ലാസ്റ്റിലേക്ക് വന്നപ്പോൾ. പിന്നെ ഈ സിനിമയിൽ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ഈ സിനിമയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ ഈ OTT വന്നു കഴിഞ്ഞിട്ട് സിനിമയിലോട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് കാണാം. ഞാൻ നോക്കിയപ്പോൾ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് എനിക്ക് പെട്ടെന്ന് കാണാൻ സാധിച്ചു. അത് നായകന് വെടിയേക്കുന്നുണ്ട്. ഈ ഇടതുഭാഗത്ത്, ഈ നെഞ്ചിന്റെ ഇടതുഭാഗത്ത് വെടിയേറ്റിട്ട് നായകന് ഒന്നും സംഭവിക്കുന്നില്ല. നായികയുടെ അടുത്ത് വന്ന് കുഴഞ്ഞു വീഴുന്നുണ്ട്. അപ്പൊ നായിക ഡോക്ടറാണ്. നായിക ശുശ്രൂഷിച്ച് കഴിഞ്ഞ് നായകൻ രാവിലെ എണീക്കുമ്പോൾ ഈ വലതുവശത്താണ് നായകൻ ആ ബാഡ്ജ് ഉള്ളത്, അതായത് ബാൻഡേജ് കെട്ടിവെച്ചിരിക്കുന്നത്. ഇടതുവശത്താണ് വെടിയേറ്റിരുന്നത്. പിന്നീട് നായകൻ എണീറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇടതുവശത്തേക്ക് ആ കെട്ട് വരുന്നതായിട്ട് കാണാം. ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആണ് എനിക്ക് തോന്നി. പക്ഷെ സിനിമ നിങ്ങൾക്ക് ആകെ മൊത്തം ടോട്ടൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ അരമണിക്കൂർ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് ഒട്ടും ത്രില്ലിംഗ് അല്ല, പക്ഷെ മാസ് മൊമെന്റ്സ്, ആക്ഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് കണ്ട് നിങ്ങൾക്കൊരു ബഹീര പടം കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. താങ്ക് യു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഓൾ ദി ബെസ്റ്റ്.